ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ഓഗസ്റ്റ് 30 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് PM വാനി സ്കീമിനെ കുറിച്ചിട്ടാണ്. നോക്കാം. പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്നതാണ് PM വാനിയുടെ പൂർണ്ണരൂപം. പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ദിസ് scheme aims to offer affordable, high-speed internet access, especially in rural and remote areas, through a widespread public Wi-Fi network. അതായത് ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ കുറച്ച് ഉൾപ്രദേശങ്ങളിലും ഒക്കെ ഇൻ്റർനെറ്റ് ആക്സസ് അത്രയ്ക്ക് ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അഫോർഡബിൾ ആയിട്ട് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയുള്ള പ്രോഗ്രാമാണ് PM വാനി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു പബ്ലിക് വൈഫൈ നെറ്റ്വർക്കിലൂടെ ഈ മേഖലയിൽ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസ് കൊണ്ടുവരിക എന്നുള്ളതാണ് PM വാനിയുടെ ലക്ഷ്യം. Telecom Regulatory Authority of India proposed lowering broadband rates for public data offices under PM Vani scheme to make internet access more affordable and increase the initiative's effectiveness. അതായത് ട്രൈ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇത്തരം മേഖലകളിലുള്ള പബ്ലിക് ഡാറ്റ ഓഫീസുകളിൽ അവരുടെ ബ്രോഡ്ബാൻഡ് റേറ്റ് കുറച്ച് കൊണ്ടുവരിക ഈ ഒരു PM വാനി സ്കീമിലൂടെ. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കൂടുതലായിട്ട് ലഭിക്കും, അഫോർഡബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നല്ല ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. Overseen by the Center for Development of Telematics, which keeps record of app providers, videos, etc. അതായത് ഈ പറയുന്ന ഒരു സ്കീം നോക്കി നടത്തുന്നത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനാണ്. അവർ ഈ ആപ്പ് പ്രൊവൈഡേഴ്സിൻ്റെയും അതുപോലെ പബ്ലിക് ഡാറ്റ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. ഫുൾ ഫോം നോക്കാം. റിട്ടയർഡ് സ്പോർട്സ് പേഴ്സൺ എംപവർമെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. അതാണ് റെസ്റ്റിൻ്റെ ഫുൾ ഫോം. റിട്ടയർഡ് സ്പോർട്സ് പേഴ്സൺ എംപവർമെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഓൺ 29 ഓഗസ്റ്റ് 2024 നാഷണൽ സ്പോർട്സ് ഡേ. അതായത് നമ്മുടെ ദേശീയ സ്പോർട്സ് ദിനമാണ് ഓഗസ്റ്റ് 29. അപ്പോൾ ഈ വർഷം 2024 ഓഗസ്റ്റ് 29 മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. റിട്ടയർഡ് സ്പോർട്സ് പേഴ്സൺ എംപവർമെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. ഇറ്റ് എയിംസ് ടു എംപവർ റിട്ടയർഡ് സ്പോർട്സ് പേഴ്സൺസ് വിത്ത് സ്കിൽസ് ആൻഡ് നോളജ് ഫോർ കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയബിലിറ്റി. അപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള സ്പോർട്സ് താരങ്ങൾക്ക് അവരുടെ കഴിവും അവരുടെ നോളജൊക്കെ യൂസ് ചെയ്തിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു റെസ്റ്റ് പ്രോഗ്രാമിൻ്റെ എയിം വരുന്നത്. എലിജിബിലിറ്റി വേണ്ടത് റിട്ടയർഡ് അത്ലറ്റ്സ് ഏജ്ഡ് 20 to 50 years, വിന്നേഴ്സ് പാർട്ടിസിപ്പൻസ് ഇൻ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, നാഷണൽ ഓർ സ്റ്റേറ്റ് മെഡലിസ്റ്റ്. അപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള അത്ലറ്റുകൾ 20 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള റിട്ടയർഡ് അത്ലറ്റ്സ്, പിന്നെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അല്ലെങ്കിൽ വിന്നേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നാഷണൽ ഓർ സ്റ്റേറ്റ് മെഡലിസ്റ്റുകൾക്കാണ് ഈ ഒരു സ്കീം വഴി ഇതിൻ്റെ ഉപയോഗം കിട്ടുക. അപ്പോൾ റെസ്റ്റ് പ്രോഗ്രാം സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ചാന്ദിപൂര വൈറസ് അഥവാ CHPV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ന്യൂസിലൊക്കെ കേട്ട് കാണാം. ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് റാബ്ഡോവൈറിഡെ ഫാമിലി ആൻഡ് is known to cause outbreaks of acute encephalitis syndrome, particularly in India. അതായത് റാബ്ഡോ വൈറിഡെ ഫാമിലിയിൽ പെടുന്ന ഒരു വൈറസാണ് ചാന്ദിപുര വൈറസ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറസ് കാരണം അക്യൂട്ടായിട്ടുള്ള എൻസഫലൈറ്റിസ് സിൻഡ്രോം ആണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാണുന്നത്. എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ മസ്തിഷ്ക വീക്കം എന്നൊക്കെ പറയാം. അപ്പോൾ എൻസഫലൈറ്റിസ് സിൻഡ്രോം ആണ് മേജറായിട്ട് ചാന്ദിപുര വൈറസ് കാരണം ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. The acute CHPV outbreak in India is largest in 20 years with 245 cases of acute encephalitis syndrome. അതായത് ഇപ്പോൾ
ഇപ്പോഴത്തെ ഈ ഒരു ഔട്ട്ബ്രേക്കിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 245ഓളം കേസുകൾ, അതായത് അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രത്തോട് കൂടിയ 245ഓളം കേസുകൾ ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് കേസസ് ഹാവ് ഒക്കേർഡ് ഇൻ ഗുജറാത്ത് വിത്ത് എ ഫ്യൂ ഇൻ രാജസ്ഥാൻ. WHO advises enhancing surveillance in high-risk areas but has not recommended travel or trade restrictions. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ കേസസ് കാണുന്നത് ഗുജറാത്ത്, പിന്നെ കുറച്ച് രാജസ്ഥാനിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ റിസ്ക് ഏരിയ ആയിട്ട് WHO ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ആ ഒരു ഏരിയ അങ്ങനെ ഹൈ റിസ്ക് ഉള്ളൊരു സർവൈലൻസ് ഏരിയ ആയിട്ട് WHO അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് പോകുന്നതിന് വല്ല ട്രാവൽ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസോ ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല. There is no specific treatment or vaccine for CHPV, but early and intensive care can improve survival. അതായത് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വാക്സിനോ ഈ ഒരു വൈറസിനെതിരെ ഇല്ല. അപ്പോൾ നേരത്തെ ഈ ഒരു രോഗം കണ്ടുപിടിച്ച് എന്താണോ ലക്ഷണം അതിനനുസരിച്ചിട്ടുള്ള കെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവൈവൽ റേറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചാന്ദിപുര വൈറസിനെ കുറിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പർവോ വൈറസ് B19 കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ ഹൈലി കണ്ടേജിയസ് വൈറസ് ദാറ്റ് പ്രീഡൊമിനൻ്റ്ലി എഫക്റ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന, അതാണ് കണ്ടേജിയസ് വൈറസ് ആണ് ഏത് പർവോ വൈറസ് B19 എന്ന് പറയുന്നത്. ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ എയർബോൺ ഡ്രോപ്ലെറ്റ്സ് വെൻ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ കഫ്സ് ഓർ സ്നീസ്. അതായത് ഈ ഒരു വൈറസ് ഉള്ള വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന എയർ ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഈ ഒരു വൈറസ് സാധാരണ സ്പ്രെഡ് ആവുന്നത്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡ് ഓർ കണ്ടാമിനേറ്റഡ് ബ്ലഡ് പ്രോഡക്ട്സ്. അപ്പോൾ ബ്ലഡ് വഴി അല്ലെങ്കിൽ കണ്ടാമിനേറ്റ്, അതായത് മലിനമായിട്ടുള്ള ബ്ലഡ് പ്രോഡക്ട്സ് വഴിയും ഇത് ട്രാൻസ്മിറ്റ് ആവാം. പിന്നെ പ്രഗ്നൻറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് വൈറസ് ക്യാൻ പാസ് ഇറ്റ് ടു ദെയർ ഫീറ്റസ് വയ പ്ലസൻറ്റ. അതായത് ഗർഭിണികളായിട്ടുള്ള അമ്മമാരിൽ നിന്ന് കുട്ടികളിലേക്ക് ഈ ഒരു രോഗം പകരാം. ഇൻഫെക്ഷൻ വിത്ത് പർവോ വൈറസ് B19 ആർ ജനറലി മൈൽഡ് ആൻഡ് റിസോൾവ് ഓൺ ദെയർ ഓൺ. അപ്പോൾ ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് അതിൻ്റെ സിംറ്റംസും ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ ലഘുവായിട്ടുള്ളതാണ്. അത് സ്വയം അത് ട്രീറ്റായി വന്നോളും. ട്രീറ്റ്മെൻറ്റ് ഫോക്കസസ് ഓൺ എലിവേറ്റിംഗ് സിംറ്റംസ് സച്ച് എസ് ഫീവർ, ഇച്ചിങ് ആൻഡ് ജോയിൻറ്റ് പെയിൻ ഓർ സ്വെല്ലിങ്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ചെറിയ ചൊറിച്ചിൽ അല്ലെങ്കിൽ പനി, ജോയിൻറ്റ് പെയിൻ, സ്വെല്ലിങ് അങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ ആ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യലാണ് ഇതിൽ സാധാരണ നടക്കുക എന്നുള്ളതാണ് പറയണത്. അപ്പോൾ പർവോ വൈറസ് B19 പറ്റി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ഇന്ത്യയിലുള്ള ചീറ്റ പോപ്പുലേഷൻ്റെ ഇപ്പോഴത്തെ ഒരു കേസാണ് പറയുന്നത്. ചീറ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് അനിമൽ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ കരയിൽ താമസിക്കുന്ന ജീവിയാണ് അല്ലെങ്കിൽ മൃഗമാണ് ചീറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി ലാർജ് കാർണിവോറസ് ദാറ്റ് വെൻറ്റ് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ഇന്ത്യ ഡ്യൂ ടു ഓവർ ഹണ്ടിങ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ്. അതായത് ഇന്ത്യയിൽ ഒരു കാർണിവോറസ് മാത്രമാണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ളത്, അതായത് വംശനാശം സംഭവിച്ചു പോയിട്ടുള്ളത്. അത് ചീറ്റയാണ്. എന്ത് കാരണം കൊണ്ടാണ്? ഓവറായിട്ട് ഇവരെ വേട്ടയാടുന്നതും അതുപോലെ തന്നെ അവരുടെ വാസസ്ഥലമൊക്കെ നഷ്ടപ്പെടുന്നതും കാരണമാണ് ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ പോയത്. ദ ലാസ്റ്റ് ചീറ്റ ഡൈഡ് ഇൻ ദ കൊറിയ district of present-day Chhattisgarh in 1947 and the species was declared extinct in 1952. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചീറ്റ അവസാനമായിട്ടുണ്ടായിരുന്നത് 1947 അത് മരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ആണ് അത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് കൊറിയ ഡിസ്ട്രിക്റ്റിൽ, ഛത്തീസ്ഗഡിലെ കൊറിയ ഡിസ്ട്രിക്റ്റിലാണ് ഈ ചീറ്റ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 1952 ഇന്ത്യയിൽ ചീറ്റ എക്സ്റ്റിങ്ക്റ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. അക്കോർഡിംഗ് ടു ദ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ആക്ഷൻ പ്ലാൻ ഫോർ റീഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റ ഇൻ ഇന്ത്യ, 50 വൈൽഡ് ലൈഫ് ചീറ്റാസ് ദാറ്റ് ആർ ഐഡിയൽ ഫോർ സ്റ്റാർട്ടിംഗ് എ ന്യൂ ചീറ്റ പോപ്പുലേഷൻ വുഡ് ബി ഇമ്പോർട്ടഡ് ആസ് എ ഫൗണ്ടർ സ്റ്റോക്ക് ഓവർ 5 years ഇനീഷ്യലി. അതായത് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ചീറ്റയൊന്നും ഇല്ലാത്തത് കാരണം ഇന്ത്യയിലെ ചീറ്റ പോപ്പുലേഷൻ എൻഹാൻസ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി 50 വൈൽഡ് ചീറ്റാസിനെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഒരു 5 വർഷത്തിനുള്ള 50ഓളം വൈൽഡ് ചീറ്റാസിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് വൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ അടുത്തായിട്ട് ഏകദേശം 20ഓളം ചീറ്റാസിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേസാണ് ഇപ്പോൾ ന്യൂസിൽ വന്നിരിക്കുന്നത്. പവൻ, എ ചീറ്റ ഇൻ കുനോ നാഷണൽ പാർക്ക് ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് നമീബിയ ഹാസ് ഡൈഡ്, മാർക്കിംഗ് ദ 8th ഫാറ്റാലിറ്റി എമംഗ് ദ 20 ചീറ്റാസ് ബ്രിങ് ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന 20 ചീറ്റാസിൽ 8 എണ്ണവും പല കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് കുനോ നാഷണൽ പാർക്കിൽ പവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചീറ്റയും മരിച്ചിരിക്കുകയാണ്. അത് എന്തോ വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചതെന്നാണ് പറയണത്. അപ്പോൾ അത് സൗത്ത് ആഫ്രിക്കയിൽ നമീബിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്നതാണ് ഈ ഒരു പവൻ എന്ന് പറയുന്ന ചീറ്റേനെ. അപ്പോൾ കൊണ്ടുവന്ന 20 എണ്ണത്തിൽ 8 എണ്ണവും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചീറ്റ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും കുറവാണ്. അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ട് ഇപ്പോൾ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചീറ്റയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാർസിൻ്റെ മാഗ്നറ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ഇപ്പോൾ കണ്ടെത്തിയ ഒരു റീസെൻറ്റ് സ്റ്റഡിയാണ്. നോക്കാം. എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം റിവീൽഡ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ ദ സ്ട്രെങ്ത് ഓഫ് മാർസ് ക്രിസ്റ്റൽ മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ്. അതായത് പകലും രാത്രിയും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മാർസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ പകലും രാത്രിയിലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാർസ് ക്രിസ്റ്റൽ മാഗ്നറ്റിക് ഫീൽഡ് സിഗ്നിഫിക്കൻ്റ്ലി സ്ട്രോങ്ങർ ഡ്യൂറിങ് ദ ഡേ ടൈം ആൻഡ് നിയർലി നോൺ എക്സിസ്റ്റൻ്റ് അറ്റ് നൈറ്റ് ടൈം. അതായത് ഈ മാർസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ ഡേ ടൈമിൽ ഈ ഒരു ക്രിസ്റ്റൽ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ രാത്രി ടൈമിലാണെങ്കിലോ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് പകൽ സമയങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടും രാത്രി സമയങ്ങളിൽ ഒട്ടും ഇല്ലാത്ത രീതിയിലുമാണ് മാർസിൻ്റെ ക്രിസ്റ്റൽ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. ദ ഡേ ടൈം crustal magnetic field plays a crucial role in controlling ionosphere in Mars southern ഹെമിസ്ഫിയർ. അതായത് മാർസിൻ്റെ സദേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന അയണോസ്ഫിയറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ ഒരു പകൽ സമയത്ത് കാണുന്ന ക്രിസ്റ്റൽ മാഗ്നറ്റിക് ഫീൽഡിന് വലിയ ഒരു പങ്കുണ്ട്. ദിസ് ഇൻഫ്ലുവൻസ് ഇമ്പാക്ട്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ഓഫ് ഫ്യൂച്ചർ മിഷൻ. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളിനി ഭാവിയിലേക്ക് മാർസിലേക്ക് വിടുന്ന പല മിഷനിലും നമുക്ക് കമ്മ്യൂണിക്കേഷനും നാവിഗേഷനൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുള്ള സിസ്റ്റംസിനൊക്കെ ഈ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റഡി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. The study utilized data from MAVEN, Mars Atmosphere and Volatile Evolution Satellite, which has been orbiting Mars since 2014. അതായത് 2014 മുതൽ മാർസിന് ചുറ്റുന്ന ഒരു സാറ്റലൈറ്റ് ആണ് മേവൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം മാർസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ എവല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ഡേറ്റ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം സ്റ്റഡി നടത്തിയത്. അതിൽ നിന്ന് ആണ് ഇങ്ങനെയൊരു റിസൾട്ടിലേക്ക് അവർ എത്തിച്ചേർന്നത്. പകൽ സമയങ്ങളിൽ മാർസിൻ്റെ ക്രിസ്റ്റൽ മാഗ്നറ്റിക് ഫീൽഡ് സിഗ്നിഫിക്കൻ്റ്ലി സ്ട്രോങ്ങർ ആണ്, പക്ഷേ നൈറ്റ് ടൈമിൽ നോൺ എക്സിസ്റ്റൻ്റ് ആണ്, നിയർലി നോൺ എക്സിസ്റ്റൻ്റ് ആണ് എന്നുള്ളൊരു ഫൈൻഡിങ്സിലേക്ക് IIG എത്തിയത്. ഇത്രയും കാര്യങ്ങൾ മാർസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ക്വസാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് പറയണത്. ക്വസാർസ് എന്ന് പറയുന്നത് ക്വാസി സ്റ്റെല്ലർ ഒബ്ജക്ട്സിൻ്റെ ഷോർട്ട് ഫോം ആണ്. ക്വസാർസ് എന്ന് പറയുന്നത് ഷോർട്ട് ഫോർ ക്വാസി സ്റ്റെല്ലർ objects are among the brightest and most energetic objects in the universe. അതായത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ കാണപ്പെടുന്ന ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് ക്വസാർസ് എന്ന് പറയുന്നത്. ദേ ആർ എക്സ്ട്രീംലി ല്യൂമിനസ് cores of distant galaxies powered by supermassive black holes at their centers. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സിയിൽ നിന്നൊക്കെ ഒരുപാട് അകലെയുള്ള വേറെ കുറേ ഡിസ്റ്റൻറ്റ് ഗാലക്സീസ് ഉണ്ടാവും. അപ്പോൾ ആ ഗാലക്സികളുടെയൊക്കെ ഏറ്റവും കോറായിട്ട് അല്ലെങ്കിൽ സെൻറ്ററായിട്ട് വരുന്ന ആ ഒരു ല്യൂമിനസ് കോറാണ് ഈ ഇത്തരം ക്വസാർസ് എന്ന് പറയുന്നത്. അവർക്ക് എവിടെ നിന്നാണ് പവർ കിട്ടുന്നത്? ഇവരുടെയൊക്കെ സെൻറ്ററിൽ തന്നെ ഉണ്ടാവും. സെൻറ്ററിൽ തന്നെ വളരെ സൂപ്പർ മാസീവായിട്ടുള്ള
ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ബ്ലാക്ക് ഹോൾസിൽ നിന്നാണ് ഇത്തരം ക്വസാർസിന് വേണ്ട പവർ കിട്ടുന്നത്. ആസ്ട്രോണമേഴ്സ് ഹാവ് ഡിസ്കവേർഡ് ദ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് എവർ ഒബ്സർവ്ഡ് ഇൻ ദ യൂണിവേഴ്സ്, എ ക്വസാർ നെയ്മഡ് J05294351 യൂസിങ് ദ യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററി വെരി ലാർജ് ടെലസ്കോപ്പ്. അപ്പോൾ ഈ അടുത്തിടെ ഈ പറഞ്ഞ യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയിലെ വെരി ലാർജ് ടെലസ്കോപ്പ് വഴി അവർ കണ്ടത് ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെയാണ്. അതൊരു ക്വസാറാണ്. അവരതിനൊരു പേര് കൊടുത്തു, J05294351 എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അതൊരു ക്വസാറാണ്, ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ക്വസാർ എന്താണെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റും എനർജറ്റിക്കുമായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് ക്വസാർ. അതിൻ്റെ അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗാലക്സികളുടെയൊക്കെ സെൻറ്റർ കോറായിരിക്കും ഇത് വരുന്നത്. പിന്നെ അതിനെ പവർ ചെയ്യുന്നത് ഇത്തരം ക്വസാർസിൻ്റെ സെൻറ്ററിൽ കാണുന്ന സൂപ്പർ മാസീവായിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് ആണ് ഇത്തരം ക്വസാർസിനെ പവർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അവസാനത്തെ ടോപ്പിക്ക് നോക്കുന്നത് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ, അതായത് നമ്മുടെ ഭൂഗർഭജലത്തിൽ ഉണ്ടാകുന്ന മലിനീകരണത്തിനെ കുറിച്ചിട്ട് വന്നിട്ടുള്ളൊരു ഡീറ്റെയിൽ ആണ്. എ സ്റ്റഡി ബൈ ദ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ഹാസ് ഫൗണ്ട് ദാറ്റ് fluoride contamination in the groundwater is highest during dry pre-monsoon months, particularly in Rajasthan, with Jaisalmer being the most affected area in India. അതായത് ഈ മഴക്കാലത്തിന് മുൻപുള്ള സമയം അല്ലെങ്കിൽ ഏറ്റവും ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഭൂഗർഭജലത്തിൽ മലിനീകരണം സംഭവിക്കുന്നത്. അതിൽ തന്നെ ഫ്ലൂറൈഡ് കാരണം ഉണ്ടാവുന്ന കണ്ടാമിനേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതെന്നാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ തന്നെ ജയ്സാൽമറിലാണ് ഇത്തരം ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലേസ്. എക്സസ് ഫ്ലൂറൈഡ് ക്യാൻ ലീഡ് ടു സ്കെൽറ്റൽ ഫ്ലൂറോസിസ്, ഡെന്റൽ ഡീക്കെ ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. അതായത് ഇത്തരം ഫ്ലൂറൈഡ് കണ്ടാമിനേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഡെന്റൽ ഡീക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലുകൾക്കുള്ള ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ പ്രധാനമായിട്ടും കുട്ടികളെയാണിത് ബാധിക്കുക. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് യൂസർ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇന്ത്യ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്നത്. 87% ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇസ് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ജലസേചനത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാക്ഷൻ ഇസ് വെരി ഹൈ ഇൻ ഹരിയാന, പഞ്ചാബ് ആൻഡ് രാജസ്ഥാൻ. ഈ 3 സ്റ്റേറ്റ്സ്, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, അതിൽ എസ്പെഷ്യലി ഹരിയാന, പഞ്ചാബ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.